ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. എന്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻ? കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ഇൻ പെയേഴ്സ്. ജോഡികളായി യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ആണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഈ തന്നിരിക്കുന്ന എല്ലാം കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. സി, നൈദർ നോർ. നൈദറും നോറും നമ്മളത് ജോഡിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നൈദർ തനിച്ചല്ല, നൈദറിനോടൊപ്പം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നോറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പെയറായിട്ട് യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ്, വെദർ ഓർ, no sooner than, hardly when, scarcely when, so that, to. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പെയറായിട്ട് യൂസ് ചെയ്യുന്ന കൺജങ്ഷനെ വിളിക്കുന്നതാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷനിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോറിലേറ്റീവ് കൺജങ്ഷൻ നമുക്ക് പരിചയപ്പെടാം. സി, neither did I read nor did I write. Neither did I read nor did I write. അല്ലെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? neither nor എന്ന് പറയുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. neither did I read, ഞാൻ വായിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇല്ല എന്ന് പറയുന്ന നെഗറ്റീവ് മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് ഏതാ? neither nor. നെക്സ്റ്റ് കേസ്, I want either coffee or tea. I want either coffee or ടീ. എനിക്ക് ചായയോ കോഫിയോ ഏതെങ്കിലും ഒന്ന് വേണം. അല്ലെ, എനിക്ക് ചായയോ കോഫിയോ ഏതെങ്കിലും ഒന്ന് വേണം. അപ്പൊ ഐദർ ഓർ പോസിറ്റീവ് കേസിലും നൈദർ നോർ നെഗറ്റീവ് മീനിങ്ങുമാണ് നമുക്ക് തരുന്നത്. നെക്സ്റ്റ് കേസ്, രാഹുൽ ഹാസ് ലോസ്റ്റ് നോട്ട് ഓൺലി ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഹിസ് മദർ. രാഹുൽ ഹാസ് ലോസ്റ്റ് നോട്ട് ഓൺലി ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഹിസ് മദർ. അച്ഛനെ മാത്രമല്ല നഷ്ടപ്പെട്ടത്, അമ്മയെയും കൂടി. അല്ലെ, അച്ഛനെ മാത്രമല്ല അമ്മയെയും കൂടി നഷ്ടപ്പെട്ടു. ഇവിടെ നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതെല്ലാം നമ്മൾ കോൺകോഡിന്റെ ക്ലാസ്സിൽ ഒരു വട്ടം പറഞ്ഞു പോയതാണ്. അന്ന് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചുകൂടെ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഈ മൂന്ന് കേസിലും വെർബ് എഗ്രീസ് ടു ദി സെക്കൻഡ് സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്നതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്? വെർബ് ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവയൊക്കെ എന്താണ്? കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. നെക്സ്റ്റ്, ബോത്ത് ദ കംപ്ലൈനന്റ് ആൻഡ് ദ അക്യൂസ്ഡ് ഡിസർവ് പനിഷ്മെന്റ്. ബോത്ത് ദ കംപ്ലൈനന്റ് ആൻഡ് ദി അക്യൂസ്ഡ് ഡിസർവ് പനിഷ്മെന്റ്. അല്ലെ, ബോത്ത് ആൻഡ് എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ബോത്ത് ദ കംപ്ലൈനന്റ്, ദാറ്റ് മീൻസ് കംപ്ലൈന്റ് കൊടുത്തയാളും, അതായത് പരാതിക്കാരനും, ദ അക്യൂസ്ഡ് അല്ലെ കുറ്റവാളിയും ഒരുപോലെ എന്താണ്? ശിക്ഷാർഹരാണ്. പരാതി കൊടുത്തവനും കുറ്റവാളിയും ഒരുപോലെ ശിക്ഷാർഹരാണ്. ഇപ്പൊ ബോത്ത് കോറിലേറ്റീവ് പ്രൊലവനായിട്ട് വരുമ്പോൾ നമുക്കറിയാം ബോത്ത് ആൻഡ്, ബോത്തിന് ശേഷം വരുന്നത് എന്താണ്? ആൻഡ് ആണ്. നെക്സ്റ്റ്, ഐ കാൺട്ട് സേ ഫോർ സർട്ടൻ വെദർ ഐ ക്യാൻ കം ഓർ നോട്ട്. ഐ കാൺട്ട് സേ ഫോർ സർട്ടൻ വെദർ ഐ ക്യാൻ കം ഓർ നോട്ട്. അല്ലെ, വെദർ ഓർ എന്നുള്ളതാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഞാൻ എത്തുമോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഐ കാൺട്ട് സേ ഫോർ സർട്ടൻ വെദർ ഐ ക്യാൻ കം ഓർ നോട്ട്. ഞാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് എന്ത് പറ്റില്ല? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ബോത്തിന് ശേഷം യൂസ് ചെയ്യേണ്ടത് ആൻഡ് ആണ്. വെദറിനെ തുടർന്ന് യൂസ് ചെയ്യുന്ന ഏതാണ്? ഓർ ആണ്. ബോത്ത് ആൻഡ്, വെദർ ഓർ. നെക്സ്റ്റ് കേസ്, no sooner did we reach there than it began to rain. No sooner did we reach there than it began to rain. ഈ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ? നോ സൂണർ വെച്ചൊരു സെന്റൻസ് തരും. എന്നിട്ട് ഓപ്ഷനകത്ത് ദാൻ ആണോ, വെൻ ആണോ, ടു ആണോ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ തരുന്നത്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രീവിയസ് ഇയർ കൺജങ്ഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നോ സൂണർ ദാൻ അല്ലെ, നോ സൂണർ ഡിഡ് വി റീച്ച് ദെയർ ദാൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഇവിടെ നോ സൂണറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ദാൻ ആണ്. നെക്സ്റ്റ്, ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ അറൈവ്ഡ്.
ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ, ഹാർഡ്ലി വെൻ അല്ലെ, ഹാർഡ്ലി വെൻ, ഹാർഡ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, സ്റ്റേഷനിൽ ഞാൻ എത്തിയിരുന്നില്ല. എപ്പോഴായത് ട്രെയിൻ അറൈവഡ്, വെൻ ദ ട്രെയിൻ അറൈവഡ്, ട്രെയിൻ എത്തിയപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സ്കേഴ്സ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ അറൈവഡ്, സെയിം മീനിങ് തന്നെ, പക്ഷേ ഹാർഡ്ലിക്ക് പകരം എന്ത് യൂസ് ചെയ്തു, സ്കേഴ്സ്ലി യൂസ് ചെയ്തു. സ്കേഴ്സ്ലിക്ക് ശേഷം വരുന്നത് എന്താണ്, വെൻ ആണ്. അപ്പോൾ ഓർക്കുക, നോ സൂണർ ദാൻ, ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ. ഇതും കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. He spoke so fast that I couldn't understand him. He spoke so fast, അല്ലേ, he spoke so fast that I couldn't understand him. വളരെ സ്പീഡിൽ സംസാരിച്ചിരുന്നു. He spoke so fast, വളരെ സ്പീഡിൽ സംസാരിച്ചു. That I couldn't understand him, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. The tea was too hot to drink. സോ ദാറ്റിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടു ടു. ചില സെൻറ്റൻസിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സോ ദാറ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം. ദ ടീ വാസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്, അല്ലെ, ദ ടീ വാസ് ടു ഹോട്ട്, എന്താണ്, ചൂട് കൂടുതലായിരുന്നു, ടു ഡ്രിങ്ക്, കുടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ എന്തായിരുന്നു, ചായക്ക് ചൂട് കൂടുതൽ ആയിരുന്നു. ഇപ്പൊ സോ ദാറ്റ്, ടു ടു, ഇവയും കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. കൺജങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് PSC പ്രീവിയസ് ഇയർ എക്സാമിനേഷന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സി, ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ് ദി എക്സാം ഡാഷ് ദി ബെൽ റാങ്, ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ് ദി എക്സാം ദ ബെൽ ഡാഷ് ദി ബെൽ റാങ്. ഓപ്ഷൻ എ സൂൺ, ഓപ്ഷൻ ബി വെൻ, ഓപ്ഷൻ സി ആഫ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ബിഫോർ. തന്നിരിക്കുന്നത് നമുക്കറിയാം എന്താ, ഹാർഡ്ലി എന്നവരാണ് അല്ലെ. ഇപ്പൊ കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ പെയർ എവിടെയോ ഉണ്ട്. ഹാർഡ്ലിക്ക് ശേഷം എന്താ വരുന്നത്, വെൻ, ഹാർഡ്ലി വെൻ. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്, വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്. ഓപ്ഷൻ എ സ്റ്റിൽ, ഓപ്ഷൻ ബി ടിൽ, ഓപ്ഷൻ സി വെൻ ആൻഡ് ഓപ്ഷൻ ഡി വെയർ. വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്, ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നീ വെയിറ്റ് ചെയ്യുമോ, അല്ലെ. അപ്പൊ വരെ, അതുവരെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, ടില്ലും പിന്നെ അൺടിലാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ അൺടിൽ തന്നിട്ടില്ല, ടില്ലാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഡാഷ് യു റിംഗ് ദി ബെൽ ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ. ഓപ്ഷൻ എ ഇഫ്, ഓപ്ഷൻ ബി അൺലസ്, ഓപ്ഷൻ സി ദോ ആൻഡ് ഓപ്ഷൻ ഡി ടിൽ. രണ്ട് ക്ലോസ് ആണ്. ഡാഷ് യു റിംഗ് ദി ബെൽ, അത് കഴിഞ്ഞൊരു കോമ ശ്രദ്ധിച്ചു കാണുമല്ലോ. ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ. സെക്കൻഡ് ക്ലോസ് നോക്കിയേ, ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ, അവർ ഡോറ് തുറക്കില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. അപ്പം ഫസ്റ്റ് ക്ലോസിന് നെഗറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാ, അൺലസ് യു റിംഗ് ദി ബെൽ, അല്ലെ. നീ ബെല്ല് അടിച്ചില്ലെങ്കിൽ ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ, അവർ ഡോറ് ഓപ്പൺ ചെയ്യില്ല. ബെല്ല് അടിച്ചില്ലെങ്കിൽ, സോ അൺലസ് എന്നുള്ളതാണ് എന്താ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും കൺജങ്ഷൻസ് പഠിക്കണ്ട, എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് സെപ്പറേറ്റ് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഹാർഡ്ലിക്ക് ശേഷം കോറിലേറ്റീവിന് പെയറായിട്ട് യൂസ് ചെയ്യുന്ന വെൻ ആണ്. അങ്ങനത്തെ കുറുക്ക് വഴികളൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്തു വയ്ക്കുക. ദെൻ നമുക്കറിയാം ടില്ലും അൺടിലുമാണ് അതുവരെ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ. പിന്നെ അൺലെസ് നമുക്കറിയാം നെഗറ്റീവ് മീനിങ് ആണ് തരുന്നത്. അപ്പൊ സെക്കൻഡ് ക്ലോസും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോറിനർ ഹാഡ് ഡാഷ് ഗോട്ട് ഫുഡ് ഓൺ ദി സ്ട്രീറ്റ് വെൻ ഹി വാസ് നോക്കഡ് ഡൗൺ ബൈ എ കാർ. ഓപ്ഷൻ എ as soon as, ഓപ്ഷൻ ബി ഓൾമോസ്റ്റ്, ഓപ്ഷൻ സി ഹാർഡ്ലി ആൻഡ് ഓപ്ഷൻ ഡി നോ സൂണർ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ സെന്റൻസിൽ ഇവിടെ നമുക്കൊരു വെൻ കിടപ്പുണ്ട് അല്ലെ. സെക്കൻഡ് ക്ലോസിന് മുമ്പായിട്ട് വെൻ കിടപ്പുണ്ട്. വെൻ ഹി വാസ് നോക്കഡ് ഡൗൺ ബൈ എ കാർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒന്നില്ലെങ്കിൽ ഹാർഡ്ലി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും, സ്കേഴ്സ്ലി ആയിരിക്കും വരേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് സ്കേഴ്സ്ലി ഇല്ല, ഹാർഡ്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ഹാർഡ്ലി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, ഹി നൈദർ ഡ്രിങ്ക്സ് ഡാഷ് സ്മോക്സ്. നൈദർ ആണല്ലോ തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി നോർ, ഓപ്ഷൻ സി ബട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഓർ. നൈദർ നോർ കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. നൈദർ നോർ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ പെയർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും PSC നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിരുന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തരാം. ഓരോ ടോപ്പിക് വൈസ് ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ലെറ്റ്യൂസ് എഡ്യൂടിപ്സിലൂടെ തന്നെ കേട്ടോ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടുള്ള കൺജങ്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ് നമുക്ക് പ്രിപ്പോസിഷന്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്